ഫ്രണ്ട്സ്, PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചോദ്യപേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 92/2025 അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസറൊക്കെയാണ്. ഇത് വരാൻ പോകുന്ന കേരള PC പരീക്ഷകൾക്ക് ഈവൻ ഡിഗ്രി പ്രിലിംസിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരിയായ ഉത്തരങ്ങൾ. അതായത് 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ആര്? മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയ മഹാരാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ. ഓക്കെ, കുളച്ചൽ യുദ്ധവും തൃപ്പടിദാനവും മാർത്താണ്ഡവർമ്മയുടേതാണ്. അടുത്ത ചോദ്യം, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കറുപ്പ് യുദ്ധം. കറുപ്പ് യുദ്ധം. അടുത്ത ചോദ്യം, പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി, ചൈന, ഇന്ത്യ. ഇന്ത്യ, ചൈന. പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യ, ചൈന. അടുത്ത ചോദ്യം, MD വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പത്മവിഭൂഷൺ. പത്മവിഭൂഷൺ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയാണ്. ഒന്നാമത്തത്, 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരുന്നത്. പിന്നെ നോർവേക്കാരനായ ട്രിഗ്വേലിയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ. നാലാമത്തത്, 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഒന്നുകൂടി, 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വരിക. നോർവേക്കാരനായ ട്രിഗേലിയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ. 2ാം ലോകയുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഓക്കെ, അടുത്ത ചോദ്യം, 1857 നടന്ന 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഇവയിൽ ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് അത്രയും വായിച്ച് നോക്കണം. ഓപ്ഷൻ എ, മംഗൾ പാണ്ഡെ ആയിരുന്നു ആദ്യത്തെ രക്തസാക്ഷി. ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിൻ്റെ പ്രധാന സവിശേഷത ആയിരുന്നു. കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ടേറ്റെടുത്തു. 1ാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിലാണ്. ആൻസർ നമുക്കറിയാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇത് ഝാൻസി അല്ല നമുക്കുള്ളത് വ്യക്തമായി അറിയാവുന്നതാണ്. അടുത്ത ചോദ്യം, ട്രോപ്പോസ്ഫിയറിലെ ഓരോ 125 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് എന്താണ്? ആൻസർ ക്രമമായ താപനഷ്ട നിരക്ക്. ക്രമമായ താപനഷ്ട നിരക്കാണ്. അടുത്ത ചോദ്യം, ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ ബി, വാവുവേലി. നെക്സ്റ്റ്, സുബിൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? സുബിൻസിരിയുടെ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ മതി അല്ലേ? ഏത് നദിയുടെ പോഷകമാണ്? പോഷകം. അപ്പോൾ മെയിൻ നദി ഏതാണെന്ന് ചോദിച്ചാൽ പോരെ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ആര്? സുബിൻസിരി നദി. പതിവായി ചോദിക്കുന്നൊരു ചോദ്യം തന്നെ ആണിത്. അടുത്തത്, കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രം ഏതാണ്? ആൻസർ നമുക്കറിയാം. ഓപ്ഷൻ സി ആണ്, നീലഗിരി. ജൈവമണ്ഡല കേന്ദ്രം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജൈവമണ്ഡല കേന്ദ്രമാണിത്. നീലഗിരി താഴ്വരകൾ. നീലഗിരി. നെക്സ്റ്റ്, തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരെന്താണ്? ആൻസർ നമുക്കറിയാം. സിറസ് മേഘങ്ങൾ. തൂവൽ, സിറസ് മേഘങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി
ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ട്രെയിൻ ആൻസർ പഞ്ചവടി എക്സ്പ്രസ്. പഞ്ചവടിയിലാണ് ATM ആദ്യമായി സ്ഥാപിച്ചിട്ടുള്ളത്, പഞ്ചവടി എക്സ്പ്രസ്. നെക്സ്റ്റ് ചോദ്യം, തന്നിരിക്കുന്നതിൽ നിന്ന് ദത്തങ്ങളിൽ നിന്നും മധ്യാങ്കം കണക്കാക്കുക. ഇടയ്ക്ക് കയറി വന്നാൽ അല്ലേ, മധ്യാങ്കം കണക്കാക്കുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആട്ടോ. മധ്യാങ്കം മധ്യത്തിലുള്ളത് 32 എൻ്റെ മധ്യാങ്കം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4 ആണ്. മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ. മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ. പിന്നെയോ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. പിന്നെയോ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷനുമൊക്കെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി കൃഷോന്നതി യോജനയുടെ കുട പദ്ധതിയിൽ വരുന്നതാണ്. മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ഇതെല്ലാം അവയിൽ വരുന്നതാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് മറക്കല്ലേ. അടുത്ത ചോദ്യം, ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആൻസർ അറിയാം, ഓപ്പറേഷൻ അജയ് എന്നാണ്. ഓപ്പറേഷൻ അജയ് എന്നാണ്. ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ പോയിട്ട് ഓപ്പറേഷൻ അജയ് നടത്തിയാണ് അവരെയൊക്കെ തിരികെ കൊണ്ടുവന്നത്. നെക്സ്റ്റ് വൺ, 2022-23 ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതി ശക്തി, അതിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ്? ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏതെല്ലാം ശരിയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4 ശരിയാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള PM ഗതിശക്തി അറിയാമായിരുന്നു. ഇതിനെക്കുറിച്ച് സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനമാണ് വരുന്നത് അവിടെ. നെക്സ്റ്റ്, ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 18 മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും ഇതിലല്ലേ, ഒന്നും കൂടി, റെയിൽവേ, റോഡ്, ഗതാഗതം, ജലപാതകൾ തുടങ്ങി വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം. ആരുടെയാണ്? PM ഗതിശക്തി. 2022 ബജറ്റാണ് കേട്ടോ. ഈ ബജറ്റ് ഇപ്പോഴും ഡിഗ്രി പ്രിലിംസ് ബജറ്റിനെ പറ്റി പറയുന്നുണ്ട്. 23, 22 അല്ലേ, അത് ചോദിച്ചിട്ട് 24 ചോദിക്കാം ചാൻസ്. ഓക്കെ, അപ്പോൾ അടുത്ത് പോവാം. നെക്സ്റ്റ് ചോദ്യം, തന്നിരിക്കുന്ന RBIയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ 2023 ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വേണമെങ്കിൽ നമുക്ക് ഇത് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് 24 അപ്പോഴും ചോദിക്കാൻ ചാൻസ് വരിക. നെക്സ്റ്റ്, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ചോദ്യം, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? അപ്നി മാണ്ടി എന്നാണ് പറയുക. അപ്നി മാണ്ടി അല്ലേ, അപ്നി മാണ്ടി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്നി മാണ്ടി. പഞ്ചാബ്, ഹരിയാന അപ്നി മാണ്ടി കളിക്കുന്നു അല്ലേ, അപ്നി മാണ്ടി. ഓക്കെ, അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തുനിന്ന്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? നമുക്കറിയാൻ അധ്യക്ഷൻ ആരാണത് എപ്പോഴും? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സിമ്പിൾ ചോദ്യം. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അതും അറിയാവുന്ന ചോദ്യമാണ് അല്ലേ. ഉത്തരം എന്താണ്? ആർട്ടിക്കിൾ 32 ആണ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? അതും സിമ്പിളാണ്, 42ാം ഭേദഗതി പ്രകാരമാണ്. നെക്സ്റ്റ് ചോദ്യം, രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യസഭ അത് ഉപരിസഭയാണെന്ന് പറയുന്നു, 180 അംഗങ്ങളുണ്ടെന്ന് പറയുന്നു, ഉപരാഷ്ട്രപതി അധ്യക്ഷനാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഏതൊക്കെയാണ് ശരി? ആൻസർ ഏതാണ്? എല്ലാം ശരിയാണ് അല്ലേ, എല്ലാം ശരി. ഓൾ ദി എബോവ് ആണ് ആൻസർ. ഉപരിസഭയാണത്, 250 അംഗങ്ങളുണ്ട്, ഉപരാഷ്ട്രപതിയാണ് അതിൻ്റെ അധ്യക്ഷൻ.
ഓൾ ദി എബവ് ആണ് ആൻസർ. ഓൾ ദി എബവ് ആണ് ആൻസർ. പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽപ്പെടുന്നു? പ്രാദേശിക ഗവൺമെൻറ്റിലുള്ള ലിസ്റ്റ് ഏതാ? പ്രാദേശിക ഗവൺമെൻറ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നു. പ്രാദേശിക ഗവൺമെൻറ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നു. അടുത്തത് നിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ആൻസർ ഓപ്ഷൻ സി, ഐറിഷ് ഭരണഘടന അല്ലേ. നിർദ്ദേശകം അയർലൻഡ്. നിർദ്ദേശകം അയർലൻഡ്. അത് വെച്ച് പഠിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു അല്ലേ? ഫസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, സുകുമാർ സെൻ ആയിരുന്നു ഫസ്റ്റ്, ഒന്നാമത്തത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ചെനാബ് പാലം അല്ലേ. ഇതിൻ്റെ കറണ്ട് അഫയർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, ചെനാബ് പാലം. നെക്സ്റ്റ് ചോദ്യം, സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡർ. പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ട്രാൻസ്ജെൻഡേഴ്സ്. നെക്സ്റ്റ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ആര് തന്നെയാണ്? ആൻസർ ഓപ്ഷൻ എ, മുഖ്യമന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് ആദ്യമായി സ്വന്തമാക്കിയ ഇന്ത്യൻ താരം. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരം. ആൻസർ ആശാ ശോഭന. എംഫീസിമ എന്ന അത് ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്? എംഫീസിമ. ആൻസർ ശ്വാസകോശം അല്ലേ. ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് എംഫീസിമ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണുന്ന ഇരട്ട സ്ഥലത്തിൻ്റെ പേരെന്താണ്? പ്ലൂറാസ്തരം. ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണുന്ന ഇരട്ട സ്ഥലത്തിൻ്റെ പേരെന്താണ്? പ്ലൂറാസ്തരം എന്നാണ് പറയുന്നില്ലേ. ഹൃദയത്തെ പൊതിഞ്ഞ് കാണുന്ന ഏതാണ്? പെരികാർഡിയം എന്ന് പറയും അല്ലേ. മസ്തിഷ്കത്തിൽ കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ്. ഓക്കെ. അടുത്ത ചോദ്യം, ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം യഥാക്രമം പാലിക്കുന്നത് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉറങ്ങാനും ഉണരാനും. ആൻസർ മെലാറ്റോണിൻ അല്ലേ. മെലാറ്റോണിനാണ്. പിന്നീട് ഗ്രന്ഥി സ്രവിപ്പിക്കുന്ന ഹോർമോൺസാണ് മെലാറ്റോണിൻ. താളക്രമം മെലാറ്റോണിൻ. തൈറോക്സിൻ എവിടുന്ന വരിക? തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസാണ് ഇത്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയില്ലേ. നമ്മുടെ ഭൗതിക പ്രവർത്തനം, ദൈനംദിന പ്രവർത്തനം, എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നവയാണ് ആര്? ഈ തൈറോക്സിൻ. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? അയഡിൻ ആണ് അല്ലേ. അയഡിൻ കുറയുമ്പോഴാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് വളർന്ന് അതാവും. എന്നുവെച്ചാൽ തൈറോക്സിൻ ഉണ്ടാവാതെ ഇരിക്കുന്നു. തൈറോക്സിൻ ഹോർമോണ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, അതിൻ്റെ മൂലകം അയഡിൻ. നെക്സ്റ്റ്, രോഗങ്ങളും രോഗാണുക്കളും കൊണ്ട് തെറ്റായ ജോഡി ഏതാണ്? പ്രൊട്ടോസോവ മലമ്പനി, ബാക്ടീരിയ ക്ഷയം, വൈറസ്, ന്യൂമോണിയ, ഫംഗസ്, വട്ടച്ചൊറി അല്ലേ. ഇതിൽ പ്രൊട്ടോസോവ മലമ്പനി ഉണ്ടാക്കുന്ന മലമ്പനിയുടെ പ്രൊട്ടോസോവ പ്ലാസ്മോഡിയം വൈവാക്സ് അല്ലേ. മലമ്പനി എന്ന രോഗം ഉണ്ടാക്കുന്നതാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. അത് ആരാണ്? ഒരു പ്രൊട്ടോസോവയാണ്, പ്ലാസ്മോഡിയം വൈവാക്സ്. ക്ഷയത്തിൻ്റെ ഏതാണ്? ട്യൂബർക്കിൾ ബാസിലസ് അല്ലേ. ട്യൂബർക്കിൾ ബാസിലസ് എന്ന് പറയും. വട്ടച്ചൊറി ശരിയാണ്. ഓക്കെ, ഇത് മൂന്നും ശരിയാണ്. അടുത്തത്, ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓസോൺ പാളി എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാവും. നമ്മുടെ ഫ്രിഡ്ജുകളിൽ നിന്നൊക്കെ സ്രവിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ബഹിർഗമിക്കുന്ന വാതകം ശരിക്കും ആരാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ് അല്ലേ. ഇതൊക്കെ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമായി തീരാറുണ്ട് അല്ലേ. ഓസോൺ പാളി എവിടെ കാണുന്നു? ഭൂമിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന അല്ലേ
അന്തരീക്ഷ പാളിയാണെന്തെന്ന് ഓസോൺ പാളി അല്ലേ, O3 എന്നാണ് പറയുക, ഓസോൺ പാളി. അതിൽ നമ്മുടെ സൂര്യനിൽ നിന്നുള്ള UV റേസ്, അൾട്രാവയലറ്റ് രശ്മികളൊക്കെ വന്ന് ഇതിൽ കൂടി കയറാതിരിക്കാനുള്ള പാളി ശരിക്കും ഓസോൺ പാളിയല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ CFC ഒക്കെ വന്നിട്ട് ഹോള് വീഴുകയാണെങ്കിൽ ഇതുവഴി ആര് കയറി വരും, ഈ ഹോളിൽ കൂടി UV റേസ് കയറി ഭൂമിക്കുള്ളിലേക്ക് എത്തുന്നു. അങ്ങനെ നമുക്ക് ക്യാൻസറസ് പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓസോൺ കവചം ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ B ആയിരുന്നു അല്ലേ. 2ഉം 3ഉമാണ് പറഞ്ഞേക്കുന്നത് ശരിയായത്. ഇതൊക്കെ ഒന്ന് ക്ലോറോഫ്ലോറോ കാർബൺസ് ഓസോൺ പാളിക്ക് ശോഷണത്തിന് കാരണമാകുന്നു. പിന്നെ ആരാണ്? UV റേസ്, അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്നും ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. ഓക്കെ. പെല്ലാഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തം ഉണ്ടാകുന്ന രോഗമാണ്? പെല്ലാഗ്ര എന്നത് എന്തിൻ്റെ അപര്യാപ്തം ഉണ്ടാകുന്നതാണ്? ആൻസർ ഓപ്ഷൻ C ആണ്. ജീവകം B3 ആണ്. ജീവകം B1 എന്ന് പറയുമ്പോൾ ഏതിൻ്റെ അപര്യാപ്തത? ബെറി എന്ന അസുഖമാണ് ഉണ്ടാവുക അല്ലേ, തയാമിൻ. ബെറി എന്ന അസുഖമാണ് ഉണ്ടാവുക. ഓക്കെ. അടുത്തൊരു ലെൻസിൻ്റെ പവർ 52 2.5D ആണ്. ഇതൊരു ലെൻസ്. ഇത് ഏത് തരം ലെൻസാണ്? അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഏതു തരം ലെൻസാണ്? ഫോക്കസ് ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ C ആണ്. കോൺവെക്സ് ലെൻസ് 40 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഫോക്കൽ ദൂരം. കോൺവെക്സ് ലെൻസാണ് എന്ന് പറയും. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ കാണപ്പെടുക? ആൻസർ ഓപ്ഷൻ D ആണ്. സ്റ്റീലിനാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, പ്രതലബലം S-ഉം ആരം 6ഉം ഉള്ള ഒരു സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം എന്താണ്? ആൻസർ ഓപ്ഷൻ A ആണ്. 4S/6. ഓക്കെ. അപ്പോൾ 40 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻസ് വീണ്ടും ഇതിൻ്റെ ബാക്കി വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.